വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കുറച്ച് പ്രോഡക്ട്സിന്റെ റിവ്യൂ ചെയ്യാനാണ് വന്നത്. അപ്പൊ അതിൽ ഞാൻ എടുത്തേക്കുന്ന പ്രോഡക്റ്റ് ഞാൻ റീസെന്റ് വാങ്ങിച്ച ലിപ് ബാം ഉണ്ടല്ലോ, മാർസിന്റെ കളർ ചേഞ്ചിങ് PH ലിപ് ബാം, അതിന്റെ റിവ്യൂവും പിന്നെ നമ്മുടെ മാർസിന്റെ ട്രയോ കോംബോ പാക്ക് ഉണ്ടല്ലോ, അതായത് മസ്കാര, ഐലൈനർ, ഐ ഷാഡോ വരുന്ന മൂന്ന് കോമ്പിനേഷനിലും വരുന്ന ഒരു സിംഗിൾ പാക്കേജിങ്ങിലുള്ള ഇതിന്റെ റിവ്യൂ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതുപോലെ നമ്മളെ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം ഉണ്ടല്ലോ, ഹൈലൈറ്റർ, അപ്പൊ അതിന്റെയും കൂടെ ഒരു റിവ്യൂ ചെയ്യാം. അത് എങ്ങനെ മീഡിയം സ്കിൻ ടോണിലുള്ളവർക്ക് സ്യൂട്ട് ആവുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് വന്നത് കൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. എന്റെ ലിപ്സ് നാച്ചുറൽ ലിപ്സ് ആണിത്. കുറച്ച് പിഗ്മെന്റഡ് ആണ്, കാരണം പിഗ്മെന്റഡ് ആയതുകൊണ്ട് തന്നെ ലിപ് ബാം ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ. ഞാൻ ഓരോരോ ലിപ് ബാം ആയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. മെബിലൈൻ ആയിരുന്നു കൂടുതൽ കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് സെബാമെഡ് യൂസ് ചെയ്തായിരുന്നു. സെബാമെഡ് യൂസ് ചെയ്തപ്പോൾ ലിപ്സ് ഹൈഡ്രേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷെ നമ്മളെ കളറൊന്നും വീണ്ടും തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കളർ മീൻസ് ആ ഒരു പിഗ്മെന്റേഷൻ കുറക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യുന്നത് നിർത്തി. അങ്ങനെ ഞാനിപ്പോ പുതിയ ലിപ് ബാം ട്രൈ ചെയ്തിട്ടുണ്ട്, PH ലിപ് ബാം. ഞാൻ റെനയുടെ PH ലിപ് ബാമും ട്രൈ ചെയ്തായിരുന്നു, അതും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ അത് സെക്കൻഡ് പർച്ചേസ് ചെയ്തില്ല. ഒരു പർച്ചേസോടും കൂടി തന്നെ ഞാൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിന്. അപ്പൊ മാർസിന്റെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ മാർസിന്റെ പാക്കേജിങ് കാണാൻ നല്ല ക്യൂട്ടല്ലേ, ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. നമുക്ക് ഈ രണ്ട് ലിപ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ചേഞ്ച് വന്നത് മനസ്സിലാകും. PH ലിപ് ബാം ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തിന് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അപ്ലിക്കേഷൻ ഉണ്ട് എന്നനുസരിച്ചാണ് ഇതിന്റെ കളർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. എന്റെ ഷെയ്ഡ്, ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് മാർസിന്റെ 03 ആണ്. 03 ആണ് ഷെയ്ഡ്. ഇത് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ തോന്നുന്ന ഷെയ്ഡ് ആ ഷെയ്ഡിൽ വാങ്ങിക്കാം. എനിക്കൊരു പിങ്കിഷ് ഷെയ്ഡ് വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഏത് ഷെയ്ഡ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കളേഴ്സ് വരുന്നത് പിങ്കിഷ് തന്നെയായിരിക്കും. ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ വരുന്ന കളർ പിങ്ക് തന്നെയായിരിക്കും, കാരണം അത് അവർ ആ പ്രൊഡക്റ്റിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് കളർ ഇങ്ങനെ ഡാർക്ക് ആയിട്ട് വരും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ പിങ്ക് ആയിട്ട് വരും ഈ ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പം എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വിയേർഡ് ടേസ്റ്റ് ഫീൽ ആകുന്നുണ്ട്. ഒരു എന്താ പറയണ്ട, എന്തോ ഒരു നമ്മള് ടോണിക് ഇല്ലേ, നമ്മൾ ടോണിക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നാവില്, ആ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിപ് ബാം വാങ്ങിക്കേണ്ട. അപ്പം ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പൊ മാർസിന്റെ ഇത്രയേ ഉള്ളൂ. പിന്നെ മാർസിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ വാങ്ങിയായിരുന്നു, അതിന്റെയും കൂടെ റിവ്യൂ പറയാം. മാർസിന്റെ ലിപ്സ്റ്റിക് ആണിത്. എന്തായാലും ഈ ലിപ് ബാമിന്റെ മുകളിൽ തന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്യാം, കാരണം അപ്പം ഇത് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ എനിക്ക് മാറ്റ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരിക്കലും മാറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറില്ല. ഒരു ലിപ് ബാം ഇട്ടതിന് ശേഷമാണ് ഞാൻ മാറ്റ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറ്. അത് സ്പ്രെഡ് ചെയ്യാനൊക്കെ കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് മാർസിന്റെ ഷെയ്ഡ് സ്പിരിറ്റ് ആണ്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള മാർസിന്റെ ലിപ്സ്റ്റിക് ആണ്. മാർസിന്റെ ക്രയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അപ്പൊ ഈ ഷെയ്ഡ് സ്പിരിറ്റ് ആണ്, ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആണ്. അത് എങ്ങനെയുണ്ട് നോക്കാം. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് വരിക. നിങ്ങൾക്ക് ലിപ് ബാം ഇടാതെ അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എനിക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ലിപ് ബാമിന്റെ മുകളിൽ എപ്പോഴും അപ്ലൈ ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് സെറ്റ് ആയിക്കോളും. കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോസി ഫിനിഷ് പോയിട്ട് നോർമലി ആ മാറ്റ് രീതിയിലേക്ക് വരും. ലിപ് ബാമിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അപ്പൊ ലിപ് ബാം അപ്ലൈ ചെയ്യാതെ ഉള്ള എങ്ങനെയാണെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ലിപ് ബാം ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ളത്, കാരണം ലിപ് ബാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഉള്ളത് നമുക്ക് നോക്കാം. റിമൂവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒരു ഗ്ലോസി ഫിനിഷ് ഇല്ലാണ്ട് നല്ല മാറ്റ് ആയിട്ട് തന്നെ തോന്നും. പക്ഷെ കുറച്ചൊന്ന് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്,
പക്ഷെ നമുക്കിത് വെർത്തിയാണ്. ഈ ഒരു 240 280 അങ്ങനെ എന്തോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ പൈസക്ക് ഇത് ഭയങ്കര വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ട്രെൻഡിങ് ആണ് ഈ സാധനം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, ഒന്ന് ഇത് ട്രൈ ചെയ്തോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇത് റിവ്യൂസ് ചേഞ്ച് ആവും, കാരണം പലർക്കും പല റിവ്യൂ ആയിരിക്കും, പലർക്കും ഇഷ്ടമാകുന്ന പ്രൊഡക്റ്റ് പലതായിരിക്കും. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പക്ഷേ മാർസിന്റെ ലിപ് ബാം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചായിരുന്നല്ലോ. ഇതെനിക്ക് മാർസിന്റെ ലിപ് ബാം ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചായിരുന്നല്ലോ. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. കാരണം ഇതിന്റെ ആ ഒരു ടേസ്റ്റ്, ഡെയിലി എനിക്ക് ആ ടേസ്റ്റ് ഫീൽ ആകുമ്പോൾ നമുക്ക് എന്തോ തോന്നും. അതുകൊണ്ട് ഇത് പേഴ്സണലി ഇഷ്ടമല്ല. വാങ്ങിച്ച സ്ഥിതിക്ക് എനിക്കിപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കണമല്ലോ. അപ്പൊ ഞാൻ എന്തായാലും യൂസ് ചെയ്യും. ഞാൻ പ്രൊഡക്റ്റ് ഒന്നും വെറുതെ വേസ്റ്റ് ചെയ്ത് കളയില്ല. അപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യും. നിലവിൽ വേറെ ലിപ് ബാമും എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ മാർസിന്റെ ട്രയോ പാക്ക് ആണ്. അപ്പൊ ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് മാഗ്നറ്റ് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഈ മൂന്നും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് മാഗ്നറ്റ് ആണ്. ജസ്റ്റ് ഞാനൊരു പിന്നൂടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലേ മാഗ്നറ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ? നമുക്കിത് ഈ ബോട്ടിൽ തീർന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത്. ഇത് മാർസിന്റെ മസ്കാരയാണ്. മസ്കാര നമുക്കറിയാലോ യൂഷ്വൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ മെബിലൈന്റെ മസ്കാരയായിരുന്നു ഇത്രയും കാലം യൂസ് ചെയ്തത്. അത് തീർന്നു, അപ്പോഴാണ് പുതിയ സാധനം വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് മസ്കാര കൂടുതൽ ഇഷ്ടമായത് മെബിലൈൻ്റെ ആണ്. കാരണം മെബിലൈൻ്റെ യൂസ് ചെയ്തിട്ട് മാർസിന്റെ മസ്കാര ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. മെബിലൈൻ്റെ മസ്കാര യൂസ് ചെയ്യുന്ന സമയത്ത് വോളിമിനസ് മസ്കാരയാണല്ലോ, അപ്പൊ അത് നല്ല വോളിയം തരുമായിരുന്നു. ഇത് വോളിയം അത്ര തരുന്നില്ല, പക്ഷെ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പൊ നൈറ്റ് വരെ ഞാൻ മോർണിംഗ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നൈറ്റ് മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മസ്കാര റിമൂവ് ചെയ്യുന്നത്. കാരണം അത്രയും നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബ്രഷിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്, കാണുന്നില്ല? ഇതിൽ തന്നെ അടുത്തത് വരുന്നത് ഐഷാഡോ ഐലൈനർ നമുക്ക് നോക്കാം. ഈ ഐലൈനർ ആണ് ഞാനിപ്പോ ജസ്റ്റ് ഇട്ടിട്ടുള്ളത്, കാണുന്നില്ല? അപ്പൊ ഈ ഐലൈനറിന്റെ ഒരു ഡ്രോബാക്ക് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്ക് പാക്കേജിങ് എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇവർക്ക് ഈ ട്രയോ പാക്ക് ഇതുപോലെ മാഗ്നറ്റിക് ഉണ്ടാക്കുന്നതിന്റെ ഈ ഒരു ഷേപ്പേ ഇപ്പൊ നിലവിലുള്ളൂ. അപ്പം ഇത് ഇങ്ങനെ പിടിക്കുന്ന സമയത്തുള്ള ഒരു കംഫർട്ട് ഫീലാണ്. നമ്മളെപ്പോഴും റൗണ്ട് പിടിച്ചിട്ട് ശീലമായത് കൊണ്ട് തന്നെ ഇതിന്റെ ഷേപ്പിൽ എനിക്ക് അങ്ങോട്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം ഐലൈനർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ മെബിലൈൻ്റെ ആ യെല്ലോ കളർ ഐലൈനർ ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, വാട്ടർ പ്രൂഫ്. പക്ഷെ ഇതും എനിക്ക് ഇഷ്ടമായിന്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ബ്ലാക്ക് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അത് അത്ര ഡാർക്ക് ബ്ലാക്ക് അല്ല. പിന്നെ അടുത്തത് നമ്മൾ ഐഷാഡോ ആണ്. ഐഷാഡോ നമുക്ക് ഡെയിലി പർപ്പസിന് യൂസ് ചെയ്യില്ല, കാരണം ഇത് ഗ്ലിറ്ററി ഐഷാഡോ ആണ്. നമുക്ക് വല്ല ഫങ്ഷൻസോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം, കാണുന്നില്ല? നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഐഷാഡോ ആണ്. അപ്പൊ നൈറ്റ് ആയിരിക്കും നമ്മൾ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ പറ്റുക. കണ്ണിന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്ലിക്കേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ അത്. നമ്മൾ പൊതുവെ മറ്റുള്ള ഐഷാഡോസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യല്ലോ, എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിന് അതിന്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ ചെയ്യേണ്ട. ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് ഐഷാഡോന് വരുന്നത്. ആ ഒരു ഗ്ലിറ്ററി എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരു ചെറിയൊരു സംഭവം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് ഇനി വരുന്ന എല്ലാ ഫംഗ്ഷൻസും, എനിക്ക് കുറെ കല്യാണം വരുന്നുണ്ട്, എല്ലാ കല്യാണത്തിനും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനം തന്നെയായിരിക്കും. അപ്പൊ മാർസിന്റെ ഇത് ഈ പൈസക്ക് ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 600 സംതിങ് എന്തോ ആണ്. ഇപ്പൊ 500 സംതിങ് എന്തോ ആണ് തോന്നുന്നത്. നൈക്ക സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഒരുമിച്ച് കൊണ്ട് നടക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ സാധനം മതി. ഐഷാഡോ, മസ്കാര, ഐലൈനർ, 3 സാധനമുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിത് എപ്പോഴും എൻ്റെ മേക്കപ്പ് പൗച്ചിൽ കൊണ്ട് നടക്കാറുണ്ട്.
അടുത്ത നമ്മൾ കാണാൻ പോകുന്ന മാർസിന്റെ സ്ട്രോബ് ക്രീമാണ്. ഇത് നിങ്ങൾ ഒരുപാട് കണ്ടു കാണും, കാരണം ഇത് മിക്ക ആഡുകളിലും മിക്ക സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നതും മിക്ക ഇൻഫ്ലുവൻസേഴ്സും കാണിച്ചിട്ടും നിങ്ങൾ കണ്ടു അടുത്തൊരു സാധനമായിരിക്കും ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇത്ര ആയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ഉള്ളൂ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഞാൻ ഇത് തീർന്നു കഴിഞ്ഞാൽ റീപർച്ചേസ് ചെയ്യും, കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഹൈലൈറ്റർ ഒന്നും അത്ര യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ഈ ഹൈലൈറ്റർ ആണ് ഫേവറേറ്റ്. അടപ്പ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഷെയ്ഡ് നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു വൈറ്റ് കളറാണ് ഉണ്ടാവുക. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോ ഫേസിന് വരും, കാരണം ഇതിൽ സ്മോൾ ഗ്ലിറ്റർ പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ അത് നമുക്ക് നല്ല ഗ്ലോ തരും. ഞാൻ ജസ്റ്റ് എങ്ങനെ എന്റെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചീക്സിൽ ബ്ലഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷ് കിട്ടും കേട്ടോ. ഇപ്പൊ ഞാൻ ബ്ലഷ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ നോർമൽ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിത് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ നമുക്കിത് ഇടാൻ പറ്റും. ചീക്സിൽ ഒരു ഗ്ലോ വന്ന് കാണുന്നില്ലേ, ഒരു ചെറിയൊരു ഗ്ലോ വരുന്നതാണ്. കാനഡ സ്ട്രോബ് ക്രീം നമുക്കിത് ഭയങ്കര വൃത്തിയാണ്. 599 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ്. ഞാൻ വാങ്ങിച്ചത് ഏതോ ഓഫർ ടൈമിലാണ്, അതുകൊണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, കാരണം കുറച്ചായി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് നല്ല നാച്ചുറലി നല്ല ഫേസിന് ചീക്സിനൊക്കെ നല്ല തിളക്കം തോന്നണമെന്നുണ്ടെങ്കിൽ, നല്ല ഷൈനിങ് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കുറച്ചുകൂടെ അടുത്തുനിന്ന് വന്ന് കാണാം, ആ ഒരു നാച്ചുറൽ ഗ്ലോ കാണുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ ട്രൈ ചെയ്യുക. ഇത് ഞാൻ യൂസ് ചെയ്തതിന്റെ പേഴ്സണൽ ജെന്യൂൻ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.